സോ അപ്പം എല്ലാവരും ചോദിച്ച ഒരു റീസ്റ്റോക്ഡ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ കളർ ഷെയ്ഡ്സ് വരുന്ന ഒരു ദുപ്പട്ടയും സമ്മർ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പും ദുപ്പട്ടയും ഒരേപോലെ യൂസ് ചെയ്യാൻ ഒരു ലൈറ്റ് വെയ്റ്റ് മൽസന്തേരി ഫാബ്രിക്കുള്ള ഒരു കളക്ഷനാണ്. ആൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് പല കളേഴ്സ്. ഇപ്പോൾ ഒത്തിരി പേര് തന്നെ റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കാണിച്ചതിൽ കുറച്ച് കൂടുതൽ എൻക്വയറീസ് വന്ന കളേഴ്സ് പ്ലസ് അഡീഷണൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്നതാണ്. അതായിരുന്നു എൻ്റെ മെയിൻ ഹൈലൈറ്റ്. എല്ലാവർക്കും ഈ ഒരു ദുപ്പട്ട പാറ്റേൺ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പം നല്ല കോമ്പിനേഷനാണ് വന്നേക്കുക. ഈ ഒരു ഡാർക്ക് പേർപ്പിൾ വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷനാണ് വരുന്നത്. ഈ ഫാബ്രിക് ടോപ്പിൻ്റെ ഫാബ്രിക് മൽസന്തേരിയാണ്. സോ സമ്മർ സ്പെഷ്യൽ കളക്ഷനാണ്. അതിൽ ഫുള്ളും ഇതുപോലത്തെ ഒരു ലീഫ് സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ ചക്കോർഡ് വീവിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും വീവിങ് വിത്ത് ഇതുപോലെ ആ ഒരു ഡ്യുവൽ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. മാക്സിമം ഡ്രൈ ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ യൂസ് ചെയ്തതിന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുത്ത് വെക്കുന്ന അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫാബ്രിക്കാണ്. സോ അടുത്തത് നല്ലൊരു റാണി കളറാണ്. കുറച്ചൊരു റോസ് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം കൈൻഡ് ഓഫ് ജക്കോർഡ് വീവിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആൻഡ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണിത്. നല്ല അധികം ചൂടൊന്നും എടുക്കില്ല കേട്ടോ. നല്ല ഫാബ്രിക്കാണ്, ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്. ബട്ട് ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളൂല. ഇതാണ് എൻ്റെ ദുപ്പട്ട കോമ്പിനേഷൻ വരുന്നത്. എല്ലാം നല്ല പൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. നമ്മുടെ കോട്ടയിലൊക്കെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് വേണമെന്ന്. അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻസാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്തേക്കുന്നത്. അധികം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത നല്ല കോമ്പിനേഷൻസിലാണ് വന്നേക്കുക. അപ്പോൾ അടുത്തത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ വിത്ത് ഒരു ഡാർക്ക് പീച്ച് റെഡ് കോമ്പിനേഷൻ, ഒരു യൂണിവേഴ്സൽ കോമ്പിനേഷനാണ് വന്നേക്കുക. നമ്മൾ കൂടുതൽ ഇങ്ങനെ സാരീസിൽ കാണുന്ന ഒരു ബോർഡർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. നല്ല കോംബോയാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാം നല്ല വളരെ സെലക്റ്റീവ് കോമ്പിനേഷനാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചൂടൊന്നും എടുക്കില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ടോപ്പിനും ദുപ്പട്ടയെല്ലാം കണ്ടില്ലേ, അങ്ങോട്ട് ഒതുങ്ങി കിടക്കുന്ന, അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നല്ല ഒതുങ്ങി കിടക്കുന്നത്. ആൻഡ് താഴെ ഭാഗത്ത് ടാസിൽസ് വരുന്നുണ്ട്. സാൻഡൂൺ ആണ്. ദുപ്പട്ടയിൽ മാത്രമേ ഡുവൽ കളേഴ്സ് കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ടോപ്പിൽ വരുന്ന അതേ കളർ തന്നെയാണ് ബോട്ടത്തിലും പോയേക്കുക. സോ അടുത്ത ഷെയ്ഡിൻ്റെ ലുക്ക് ഇതുപോലെ വരും. നല്ല കോമ്പിനേഷൻസ്, ഇതിലെല്ലാം സെലക്റ്റീവ് ആയിട്ട് വരുന്ന നല്ല കോമ്പിനേഷനാണ്. ഒരു റാണി കോംബോ വിത്ത് നല്ലൊരു മാംഗോ യെല്ലോ ആണ് ഇതിൽ പോയേക്കുക. ടോപ്പിലും ദുപ്പട്ടയിലും ആ ഒരു ചെറിയ ചെറിയ വീവിങ് പാറ്റേൺസ് ഫുൾ യൂസ് ചെയ്തിട്ടുണ്ട്. 1495 ആണ് പ്രൈസ് വരുന്നത്. ഒരു കൈൻഡ് ഓഫ് പ്യൂർ പോലെ നിൽക്കുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതുകൊണ്ട് ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല ആണ് ലുക്ക്. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് കാണാൻ. ഇത് അന്ന് ഒത്തിരി പേര് ചോദിച്ചൊരു കോമ്പിനേഷൻ. ഈ പർപ്പിൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. എല്ലാം നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് കൊടുത്തേക്കും. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഡ്യുവൽ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിലാണെങ്കിലും ഹെവി ആയിട്ടുള്ളതുണ്ട്. ഒരു വീവിങ് പാറ്റേൺ ആണ് നമ്മൾ ഫുള്ള് ചെയ്തത്. ടോപ്പിലും ദുപ്പട്ടയിലും നല്ല റിച്ച് ലുക്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും സമ്മർ സ്പെഷ്യലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. ബോട്ടം പിന്നെ സാൻഡൂൺ ഫാബ്രിക് തന്നെയാണ് കൊടുത്തേക്കുക. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സേ വരുന്നുള്ളൂ. താങ്ക് യു.